സെജിനയും ഫിറോസും ഔട്ടായി. വിഷു ആഘോഷങ്ങളും പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത കളി തുടങ്ങുകയായി. ഇന്നത്തെ എപ്പിസോഡിൽ സൂര്യയും ഡിംപിളും തമ്മിൽ നല്ലൊരു മുട്ടനടി നടക്കുന്നുണ്ട്. സൂര്യ ഓവർ ആക്ടിങ് ആണെന്നുള്ള കടുത്ത വാദവുമായാണ് ഇപ്രാവശ്യം ഡിംപിൾ വന്നിരിക്കുന്നത്. ഞാൻ ഓവർ ആക്ടിങ് ആണെന്ന് താനാണോ തീരുമാനിക്കുന്നതെന്നത് പൊട്ടിത്തെറിച്ച് സൂര്യ ചോദിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. സൂര്യയെ സപ്പോർട്ട് ചെയ്ത് ഋതുവും സായും കൂടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഡിംപിൾ അവരോടും ഏറ്റുമുട്ടുന്നുണ്ട്. ഇവിടെ എന്തും പറയാം, അത് എൻ്റെ അഭിപ്രായമാണെന്ന് ഡിംപിൾ പറയുമ്പോൾ ഉടനെ തന്നെ സായി പറയുന്നുണ്ട് ഇവിടെ എന്തും പറയാമെന്നൊന്നും ഇല്ല എന്ന്. ഞാൻ എന്തും ഉള്ള കാര്യം ഫേസിൽ നോക്കി അപ്പം തന്നെ പറയും, അല്ലാതെ ബാക്കിൽ നിന്ന് പിന്നെ പറയില്ല. സപ്പോർട്ട് ചെയ്യുന്ന സായിയെയും ഋതുവിനെയും നോക്കി ഡിംപിൾ പറയുന്നുണ്ട് ഞാൻ ഋതുവിനെയും സായിയെയും അല്ല പറഞ്ഞത്, സായി വെറുതെ ഓവർ ഷോ കാണിക്കല്ലേ എന്ന്. ഉടനെ തന്നെ സായി പറയുന്നുണ്ട് ഇവിടെ ജഡ്ജ്മെൻ്റ് എടുക്കാൻ നീ ആരാ എന്ന്. അതിനെ എതിർത്തുകൊണ്ട് ഡിംപിൾ സായിയോട് ചോദിക്കുന്നത് സായി ആരാണെന്ന്. വിഷയത്തിൻ്റെ തുടക്കം നമുക്ക് വ്യക്തമല്ല. എന്തായാലും നല്ലൊരു തല്ല് രണ്ടുപേരും തമ്മിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. സൂര്യയെ ആശ്വസിപ്പിക്കാനെന്ന മട്ടിൽ കൈ പിടിച്ച് അഡോണി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കൂടുതൽ പേരും സൂര്യയെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനിയാണ് ബിഗ് ബോസ് വീട്ടിലെ യഥാർത്ഥ ഗെയിം തുടങ്ങുന്നത്. കാര്യം ഇതുവരെ ഇവർക്കെല്ലാവർക്കും ഒരു പൊതുശത്രു ഉണ്ടായിരുന്നു, ഫിറോസ് സെജിന ദമ്പതികൾ. എന്നാൽ ഇനി തൊട്ട് അവരില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ പലരും പലർക്ക് നേരെ തിരിയുന്ന രംഗങ്ങൾ ഇനി നമുക്ക് കാണാം. ഫിറോസിൻ്റെയും സെജിനയുടെയും ബഹളത്തിൽ മറ്റുള്ളവർ തമ്മിലുള്ള ലഹളകളൊന്നും നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നതാണ് വാസ്തവം. ഡിംപിളും സെജിനയൊക്കെ പറയുന്നത് പോലെ സൂര്യ ഫേക്കാണ് അല്ലെങ്കിൽ ഓവർ ആക്ടിങ് ആണെന്ന് നമുക്ക് എങ്ങനെ തീർത്ത് പറയാൻ സാധിക്കും? തൻ്റെ റിയൽ ക്യാരക്ടർ മറച്ചു വെച്ചിട്ട് ഒരാൾക്ക് 60 ദിവസമൊക്കെ ഒരു വീട്ടിൽ തുടർന്ന് പോകാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഏതായാലും ഒരു കാര്യം തീർച്ച, ഫിറോസും സെജിനയും പടിയിറങ്ങിയതോടെ വീട്ടിൽ അടി കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. ഇനി മുട്ടനടികൾ വരാൻ പോകുന്നേയുള്ളൂ, കാത്തിരിക്കാം. അതിനിടയിൽ രമ്യ വന്നതുപോലെ ഒരുപാട് ഗസ്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ട്വിസ്റ്റുകളും വന്നേക്കാം.